പ്രണയപ്പകയിൽ വിഷ്ണുപ്രിയയെ അരുംകൊല ചെയ്ത ശ്യാംജിത്ത് യൂട്യൂബിൽ പ്രചരിക്കുന്ന കൊറിയൻ ആക്ഷൻ ഹൊറർ സൈക്കോ ത്രില്ലർ സിനിമകളുടെ ആരാധകനാണ്. സീരിയൽ കില്ലർമാരുടെ കയ്യറപ്പില്ലാത്ത കൊല നടത്തുന്ന ദൃശ്യങ്ങൾ നിരവധി തവണ ഇയാൾ കണ്ടിട്ടുണ്ടെന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. തലക്ക് ചുറ്റിക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തറുത്തു കൊല്ലുന്നത് ഇത്തരം സിനിമകളിലെ സ്ഥിരം രംഗങ്ങളിലൊന്നാണ്. സിനിമകളിൽ കാണുന്നത് പോലെ പുറത്തെ ഗ്രിൽസ് കുത്തി തുറന്നാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീടിനകത്തേക്ക് കടന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി ശബ്ദമുണ്ടാക്കാതെ ഇയാൾ വിഷ്ണുപ്രിയയെ കൊന്നു. കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു. നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു. കൊല നടത്തുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം പോലീസിനുണ്ടായിരുന്നെങ്കിലും വൈദ്യപരിശോധനയിൽ ഇല്ലെന്ന് തെളിഞ്ഞു. പിന്നീടാണ് സിനിമയിലെ സീരിയൽ കില്ലർമാരുടെ സ്വാധീനം ഇയാളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് പകയുള്ള മുഴുവൻ ആളുകളെയും കൊന്നെടുക്കുക എന്നതാണ് കൊറിയൻ സിനിമകളിലെ സീരിയൽ കില്ലർമാരുടെ രീതി. ഇതുതന്നെയാണ് ശ്യാംജിത്തിൻ്റെ മനോഭാവമെന്നാണ് ആദ്യം കൊലപാതകത്തോടെ തന്നെ പിടിവീഴുന്നത്. പാനൂർ നഗരത്തിലെ ഫാർമസി ജീവനക്കാരിയായ വിഷ്ണുപ്രിയ സൗഹൃദത്തിൽ നിന്നും പിന്മാറിയതാണ് അടങ്ങാത്ത പകയിലേക്കും കൊലപാതകത്തിലേക്കും ഇയാളെ നയിച്ചത്. ശ്യാംജിത്ത് മറ്റൊരു കൊലപാതകം കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തന്നിൽ നിന്നും വിഷ്ണുപ്രിയ അകലാൻ കാരണം പൊന്നാനി സ്വദേശിയായ ആൺ സുഹൃത്താണെന്ന് ശ്യാംജിത്ത് വിശ്വസിച്ചിരുന്നു. ഇതാണ് വിഷ്ണുപ്രിയയുടെ കൊലക്കുശേഷം ഇയാളെയും ഉന്നമിട്ടത്. കൊലപാതകത്തിനു ശേഷം അറസ്റ്റിലായ പ്രതി ശ്യാംജിത്തിന് തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ചോദ്യം ചെയ്യലിലും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം ആയുധങ്ങളെല്ലാം ബാഗിലാക്കി മാനന്തേരിയിലേക്ക് വന്ന പ്രതി വീടിന് അടുത്തുള്ള ഒരു കുഴിയിൽ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. അരുംകൊലക്ക് മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിരുന്നെങ്കിലും ആയുധം വാങ്ങിയതടക്കം 3 ദിവസമായി നടത്തിയ ആസൂത്രണത്തിന് ഒടുവിലാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഒന്നും സംഭവിക്കാത്തതുപോലെ ഇടവഴിയിലൂടെ നടന്ന് വള്ളിയായി ടൗണിനടുത്തായി നിർത്തിയിട്ടിരുന്ന അപ്പാച്ചെ ബൈക്കിൽ രക്ഷപ്പെട്ടു. മാനന്തേരിയിലെ വീടിനു സമീപത്തെ കുളത്തിൽ നിന്ന് കുളിച്ചു. വസ്ത്രം മാറിയ ശേഷം ഒന്നും അറിയാത്തതുപോലെ പിതാവിൻ്റെ ഹോട്ടലിൽ ജോലിക്കെത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് എത്തുന്നത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നിർവികാരനായി പിതാവ് ശശിധരൻ്റെ മുൻപിലൂടെ നടന്ന് ജീപ്പിൻ്റെ പിൻസീറ്റിൽ പോയി ഇരിക്കുകയായിരുന്നു പ്രതി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.